എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തേന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്കിത് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. മറ്റൊന്നുമില്ല, നമ്മൾ മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. വേറൊന്നുമില്ല, കൂടുതലൊന്നുമില്ല, 2 മുട്ട മാത്രം മതി നമുക്കിതിനു വേണ്ടി. ജസ്റ്റ് നമ്മൾ ഓംലേറ്റ് അടിക്കുന്നതിന് പകരം ഒരു വേറെ രീതിയിലേക്ക് നമ്മൾ മാറ്റുന്ന അത്രയും മാത്രമേ ഉള്ളൂ ഇതിൽ വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പം ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. സാധാരണ ഓംലെറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് നല്ല കഴിക്കാനും നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. സാധാരണ എഗ്ഗിൻ്റെ ടേസ്റ്റ് തന്നെ, പക്ഷേ നല്ല ഫ്ലഫി ആയിട്ടുള്ള അത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെറും 2 മുട്ടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഒണിയനും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ മുട്ട എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കണം. ഒന്നേ നിങ്ങൾക്ക് മുട്ടയുടെ ആ തോടിൽ തന്നെ, അത് എഗ്ഗിൻ്റെ ഷെല്ലിൽ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ രീതി വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി റിസ്ക്കിയാണ് കേട്ടോ. ചിലപ്പം ആ മഞ്ഞ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ എനിക്ക് നല്ല വശമാണ് ഇങ്ങനെ മാറ്റാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചത്. പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട, റിസ്ക്കിയാണ്. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മഞ്ഞ താഴെ വീഴാനും അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ ഷെല്ലിൽ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ശരി, നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സ്പൂൺ വെച്ച് തന്നെ നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത്, ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞയ്ക്കകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒന്നിയിൽ ബീറ്റർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്കോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് നല്ല നേരം എടുക്കും. അതായത് കുറേ നേരം എടുത്താലേ അത് ശരിക്കും ഒരു പീക്ക് ഫോമിലേക്ക് കിട്ടത്തുള്ളൂ. കാരണം ബീറ്റർ ആകുമ്പോൾ നമുക്കൊരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട്, നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം മാറിക്കിട്ടും, നല്ല പീക്ക് ഫോമിലേക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ അടിക്കുമ്പോൾ ശരിക്കും ഒരു 7-8 മിനിറ്റെങ്കിലും നിർത്താതെ അടിച്ചാലേ ശരിക്കും ആ ഒരു ഫോമിലേക്ക് മാറത്തുള്ളൂ. അത് ശരിക്കും ഇച്ചിരി പാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം അതുപോലെ ബീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഏറ്റവും ലോ സ്പീഡിൽ വേണം അടിക്കാൻ വേണ്ടി, അതിനുശേഷം വേണം ഹൈ സ്പീഡിലേക്ക് മാറ്റാൻ വേണ്ടി. ഇപ്പം നല്ല പീക്ക് ഫോമിലേക്ക് നമ്മുടെ മുട്ടയുടെ വൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ വൈറ്റ് ഉണ്ടല്ലോ അത് അടിച്ചെടുത്ത ഇത് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ വെള്ളയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടെന്ന് പറയുന്നത്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണപ്പാത്രത്തിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കിട്ടണം കേട്ടോ. നല്ല ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ശരിക്കും എല്ലാ ഭാഗത്തേക്കും മാറ്റിയില്ലെന്നപ്പം നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇളകി വരെ ഇച്ചിരി പാട് വരും. അതുകൊണ്ട് നിങ്ങൾ പാത്രത്തിൽ നല്ല എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നത് വേണം നിങ്ങൾ ഈ എണ്ണയൊന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഞാനിപ്പം നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഇപ്പം മുഴുവനായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കാരണം ഇത് ഇച്ചിരി തിക്കായിട്ടുള്ളത് കാരണം ഷേപ്പായിട്ട് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വറ്റൽമുളകുണ്ടല്ലോ അത് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചീസ് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചീസിൻ്റെ കുഞ്ഞതായിട്ടുള്ള സ്പ്രെഡായിട്ടുള്ള മൊസറല്ല ചീസ് കിട്ടുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് എല്ലാം മാക്സിമം 2 മിനിറ്റാണ് കേട്ടോ.
ജസ്റ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നു നോക്കി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് പൊന്തിയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിടുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ മുകൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടാണ്, കാരണം ഞാൻ എണ്ണ ശരിക്കും തേച്ചില്ല, അതുകൊണ്ടാണ്. ഇതാ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും പാർട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി മുന്നോട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മുഴുവനായിട്ടല്ല നമ്മൾ തിരിച്ചിടുന്നത്. ജസ്റ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് 2 മിനിറ്റ് തന്നെ നിങ്ങൾ അടച്ചു വെച്ചത് വേവിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് ഇതേപോലെ ഇത് പോരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചില കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.